ഡാമേജ് റിസോൾവ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഡെമോ എന്ന് നെയിം കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമ്മൾ ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കാം, ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നും എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ ഈ മീഡിയ എന്ന് പറയുന്നത് ഫയൽ അറേഞ്ച് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം ഈ കട്ട് എന്നുള്ള പേജിൽ വരുമ്പോൾ നമ്മളൊരു ബേസിക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു പേജാണ്. പിന്നെ നമ്മൾ കോംപ്ലക്സ് എഡിറ്റൊക്കെ ചെയ്യാനായിട്ട് ഈ എഡിറ്റ് പേജിലേക്ക് പോകും. പിന്നെ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ഫ്യൂഷനാണ്. ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ VFX അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് കളർ. ഈ കളർ എന്നുള്ള ഈ പേജിലാണ് നമ്മൾ കളർ ഗ്രേഡ് ഒക്കെ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫെയർലൈറ്റ് എന്ന് പറയും. ഈ ഫെയർലൈറ്റിലാണ് നമ്മൾ ഓഡിയോ എഡിറ്റ്സ് ഒക്കെ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡെലിവർ. ഈ ഡെലിവർ എന്നുള്ള പേജ് എന്ത് ചെയ്യാനുള്ളതാണ്? എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ചെയ്ത വർക്ക് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഈ ഡെലിവർ എന്നുള്ള പേജ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? എഡിറ്റ് എന്നുള്ള പേജിലേക്ക് പോകാം. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഫയലിൽ പോയിട്ട് ന്യൂ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ടൈം ലൈൻ ഒരു പേര് കൊടുക്കാം. അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ എന്ന് തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര ട്രാക്സ് വെക്കാം, വീഡിയോ ട്രാക്സ് വെക്കാം, പിന്നെ എത്ര ഓഡിയോ ട്രാക്സ് വേണം അത് ചെയ്യാം. പിന്നെ ഓഡിയോ ടൈപ്പ്, ഓഡിയോ ട്രാക്ക് ടൈപ്പ് സ്റ്റീരിയോ വേണോ മോണോ വേണോ, അങ്ങനെ എന്താണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഇപ്പം സ്റ്റീരിയോ തന്നെ മതി. അതിനുശേഷം ഇവിടെ കാണില്ലേ യൂസ് പ്രൊജക്ട് സെറ്റിംഗ് എന്നുള്ളത്, ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഫോർമാറ്റ്. ഞാനിവിടെ കസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്നത് ഫുൾ HD തന്നെയാണ്. അപ്പോൾ ഫുൾ HD അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ 4Kയോ അല്ലെങ്കിൽ വേറെ റെസൊല്യൂഷനിലേക്ക് ടൈം ലൈനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കലിലേക്ക് പോകും. ഞാനിപ്പം വെർട്ടിക്കൽ അല്ല ചെയ്യുന്നതുകൊണ്ട് അത് അൺടിക്ക് തന്നെ ചെയ്യുന്നു. പിന്നെ ഇവിടെ നോക്കിയാൽ ഫ്രെയിം റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ 24 തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഇതിൽ ചേഞ്ച് ഒന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫൂട്ടേജസ് വേണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്കൊരു വീഡിയോസ് എന്ന് കൊടുക്കാം തൽക്കാലം. എന്നിട്ട് എന്ത് ചെയ്യുക? വീഡിയോസ് എടുത്തിട്ട് ഇതിൽ ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ തന്നെ കാണാം ഇമ്പോർട്ട് മീഡിയ എന്ന് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇരുന്ന് ഞാനിവിടെ ഈ കുറച്ച് ഫൂട്ടേജസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ മാസ്റ്റേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ഇത് കാണുന്നത്. ഈ മാസ്റ്റേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഫൂട്ടേജസ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിലിനി കുറച്ചുകൂടി ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? മ്യൂസിക് എന്ന് കൊടുക്കാം. ഇനി മ്യൂസിക്കും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ ഇവിടെ ഫയൽ ഇമ്പോർട്ട്. Ctrl+I ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മ്യൂസിക്കും ഇമ്പോർട്ട് ചെയ്തു. മാസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം കണ്ടോ മ്യൂസിക്. ഇവിടെ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ലൈൻ കാണാം. ഇവിടെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ഒരു ഫോൾഡറും കാണാം. വീഡിയോ നമുക്ക് രണ്ട് രീതിയിൽ ടൈം ലൈനിലേക്ക് ഇടാം. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാം. ഇപ്പം ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഓഡിയോ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് അൺലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇതാണ് അൺലിങ്ക് ചെയ്യുന്നത്. ഇപ്പം അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഓഡിയോ ഒഴിവാക്കാം. ഇത് ഇങ്ങനെ അല്ലാതെ നമുക്ക് വേറെ രീതിയിലും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ കാണാം കണ്ടോ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ I ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കുറച്ചുകൂടെ ഇവിടെ വരെ മതി എനിക്കിതിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ O ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫയലെടുത്ത് താഴേക്ക് ടൈം ലൈനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുതൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് തരും. വീഡിയോ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത വീഡിയോ നമുക്കിതിൽ കട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ പോയി കഴിഞ്ഞിട്ട് എനിക്കിതിൽ ഓഡിയോ വേണ്ട. അപ്പോൾ ഞാൻ ഈ ഓഡിയോ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നിന്നാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഫ്രെയിമിൽ വെച്ചിട്ട് ഈ ബ്ലേഡ് ടൂൾ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് കണ്ടില്ലേ, ഈ സെലക്ഷൻ മോഡ് ഓൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡിലീറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങോട്ട് നീങ്ങുന്നത് കാണാം. ഒരു ഫുട്ടേജും കൂടി ഇതിലേക്ക് താഴേക്ക് ടൈം ലൈനിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ഇവിടുന്ന് മുതലാണ് ഇനി വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബ്ലേഡ് ടൂൾ എടുത്തു, ഇത് കട്ട് ചെയ്തു. നമുക്ക് ഈ ഓഡിയോ ഒന്ന് ഒഴിവാക്കാം. ഇതിനിപ്പോൾ നമ്മൾ ഡിലീറ്റും ബാക്ക് സ്പേസും അടിച്ചാലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാതെ ഇങ്ങനെ ആ ഒരു എംപ്റ്റി സ്പേസ് അവിടെ നിൽക്കും. ഇത്രയും ഇതിൻ്റെ സമയത്ത് ഇവിടെ ബ്ലാക്ക് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിന് പകരം ബാക്ക് സ്പേസിന് പകരം ഞാൻ ഡിലീറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇത് തമ്മിൽ ജോയിൻ്റ് ആവും. റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ നിങ്ങളിതിൽ കാണും. ഇൻസ്പെക്ടർ എന്ന് കാണുമ്പോൾ ഇവിടെ കാണാം ട്രാൻസ്ഫോം എന്ന് കാണാം, ക്രോപ്പിംഗ് എന്ന് കാണാം, ഡൈനാമിക് സൂം എന്ന് കാണാം, അങ്ങനെ പലതായിട്ടും താഴേക്ക് കാണാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൂട്ടേജ് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും. പിന്നെ പൊസിഷൻ ഇങ്ങനെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ചേഞ്ച് ചെയ്യാം. ഇതിനൊക്കെ കീ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ആനിമേഷൻ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താഴേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ക്രോപ്പ്, ലെഫ്റ്റിലേക്ക് ക്രോപ്പ് ചെയ്യാം, റൈറ്റിലേക്ക് ക്രോപ്പ് ചെയ്യാം, അതിനും ഇവിടെ ഉണ്ട്. പിന്നെ സ്പീഡ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ കോമ്പോസിറ്റ് മോഡ് ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ അതും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഇവിടേക്ക് നമുക്ക് ഇതിലെ ഈ ഫൂട്ടേജിൻ്റെ ഓരോ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മീഡിയ പൂൾ. ഇതാണ് നമ്മുടെ മീഡിയ പൂൾ. ഇവിടെ നമുക്ക് നമ്മളിട്ട ഫൂട്ടേജ് ഇതെല്ലാം കാണാം. അപ്പോൾ തൊട്ടപ്പുറത്തുണ്ട് എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം വീഡിയോ ട്രാൻസിഷൻ, ഓഡിയോ ട്രാൻസിഷൻ, ടൈറ്റിൽസ് ഒക്കെ ഒരുപാടുണ്ട്. ജനറേറ്റേഴ്സ് കാണാം, പിന്നെ എഫക്ട്സ് കാണാം, ഓപ്പൺ എഫക്ട്സ് കാണാം, ഫിൽറ്റേഴ്സ് കാണാം, ഓഡിയോ എഫക്ട്സ്, ഫെയർ ലൈറ്റ് എഫക്ട്സ്, അങ്ങനെ ഒരുപാട് എഫക്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബേസിക് ഒരു ട്രാൻസിഷൻ ഇതിൽ ജസ്റ്റ് ഒന്ന് വയ്ക്കാം. ക്രോസ് ഡിസോൾവ് എന്നുള്ള ഇത് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഉണ്ടാവും ഇവിടെ ഡിസോൾവ് ആയി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിഷൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട്. ഇതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. നമ്മളിതിൽ മ്യൂസിക് എന്നുള്ളത് നമുക്കിത് മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ കണ്ടോ എക്സ്പോർട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിലേക്കാണെങ്കിൽ യൂട്യൂബിലേക്ക് കൊടുക്കാം, ടിക്ടോക്ക്, വിമിയോ, അങ്ങനെ നമുക്ക് എവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ കട്ട് പ്രോ XML ഫോർമാറ്റുകൾ ഇവിടുന്ന് പ്രീമിയറിലേക്ക് ഈ ഫയൽ കൊണ്ടുപോയി, ഈ പ്രീമിയർ യൂസ് ചെയ്യുന്നവർക്ക് പ്രീമിയറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ബാക്കി ചെയ്യാം, എഡിറ്റ് ചെയ്യാം. കളർ മാത്രം ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഇപ്പോൾ ഓഡിയോ മാത്രമായിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാം, എടുക്കാം, വീഡിയോ വേണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിൽ കസ്റ്റം എക്സ്പോർട്ട് തന്നെയാണ് കൊടുക്കുന്നത് തൽക്കാലം. എക്സ്പോർട്ട് വീഡിയോ തന്നെയുണ്ട്. ക്വിക്ക് ടൈം മാറ്റി വീണ്ടും MP4 ആക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാം, ബ്രൗസ് ചെയ്യാം. എന്നിട്ട് ഔട്ട് കൊടുത്ത് ഇവിടെ ഞാൻ ടൈം ലൈനിൽ പേര് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ട്യൂട്ടോറിയൽ എന്ന് തന്നെ കൊടുക്കാം. എന്ത് ചെയ്യാം, സേവ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇത് ആഡ് ടു റെൻഡർ ക്യൂ എന്നുള്ളത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് റെൻഡർ റോൾ കൊടുക്കാം. അപ്പോൾ ഇത് റെൻഡർ ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എന്താണ് ഡാമേജ് റിസോൾവ്, എങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള, അതായത് ഇതിൻ്റെ കൂടുതലായിട്ട് എങ്ങനെയാണ് ഇത് ഓരോ എഫക്ട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.